ഇനി അടുത്തത് യൂസ് ഓഫ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇനിയാണ് ഇതിൻ്റെ യൂസിലോട്ട് നമ്മൾ പോകുന്നത്. ഇത്ര നേരം ഇതിന് എഫക്റ്റ് ഉണ്ട്, ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു തന്നത്. ഇനിയാണ് ഇതിൻ്റെ യഥാർത്ഥം നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ ഒരുപാട് ഉപയോഗം വന്ന ഒരു കണ്ടുപിടുത്തത്തിലേക്ക് നമുക്ക് പോകുന്നത്. ഇതിൻ്റെ യൂസ്, മാഗ്നറ്റിക് എഫക്റ്റിൻ്റെ യൂസ്. അപ്പോൾ അതിനകത്ത് കണ്ട ആ ഒരു എക്സ്പെരിമെൻ്റ് നോക്കി, ഒരു സ്വിച്ച് ഉണ്ട്, ഇതിനകത്ത് കറണ്ട് കടത്തി വിട്ടിട്ടുണ്ട്. അതൊരു കണ്ടക്ടറാണ്, AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ്. അതിനെ കവർ ചെയ്തൊരു ഈ നോർത്ത് നിന്ന് സൗത്തിലോട്ട് ഇവിടെ എന്തുണ്ട്, പോൾസ് ഉണ്ട്, നമ്മുടെ ഫീൽഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉള്ള ഏരിയയാണിത്. ഇവിടെ ഇത് കറണ്ട് കടത്തി വിടുക. സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല. സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഇത് കൂടെ കറണ്ട് കടന്ന് ഈ AB എന്ന് പറഞ്ഞ കണ്ടക്ടർ എന്തായിട്ട് മാറും, ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. അതായത് ഒരു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ വേറൊരു ഇലക്ട്രിക് മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് വരികയാണ്. അപ്പോഴെന്ത് എഫക്റ്റാണ് ഉണ്ടാകുന്നത്, ആ ഒരു എഫക്റ്റാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത്. ഇത് സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് AB എന്ന് പറയുന്ന ആ ഒരു വയർ എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും. അതിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഇതിൽ ഇപ്പോൾ ഉണ്ടായ ഡിഫ്ലക്ഷൻ ഈ സ്വിച്ച് നമ്മൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ തിരിയുകയും ചെയ്യും. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണെന്നാണ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് നമ്മുടെ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിന് ഡിഫ്ലക്ഷൻ ഉണ്ടാവുമെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ അനുസരിച്ച് നമുക്ക് ഈ അവിടെ ഉണ്ടായ ഫോഴ്സ് ഏത് ഡയറക്ഷനിലോട്ടാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാൻ ഒരു റൂളുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ഡയറക്ഷൻസിന് റൂളുണ്ട്. സോ ശ്രദ്ധിക്കുക, ഇവിടുത്തെ റൂളെന്ന് പറയുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ കണ്ട, ഇത് ഇടത്തെ കൈയാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ്. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഇവിടെ എന്ത് ഫോഴ്സാണ് ഇവിടെ ഉണ്ടായത്, ആ ഒരു ഫോഴ്സ് കാരണമാണ് ഇവിടെ ഈ കണ്ടക്ടറിന് എന്തുണ്ടായത്, ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായത്. ഇവിടെ നമ്മൾ സ്വിച്ച് ഇട്ടില്ലേ, സ്വിച്ച് ഇട്ടപ്പോൾ ഇതാണെങ്കിൽ ഡിഫ്ലക്റ്റഡ് ആയി. ആ ഡിഫ്ലക്റ്റഡ് ആവാൻ കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ടായതുകൊണ്ടാണ്. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്ന ഇതാണ്, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഇതേപോലെ 3 വിരലുകളെടുത്ത് 3 ഫിംഗേഴ്സ് എടുത്ത് മ്യൂച്വലി പെർപെൻഡിക്കുലർ 90 ഡിഗ്രി, ഏകദേശം 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ 4 ഫിംഗർ, നമ്മുടെ ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡ്, നടുവിരൽ മിഡിൽ ഫിംഗർ കറണ്ടുമായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എപ്പോഴും ഫോഴ്സ്. അതായത് തമ്പ് ഷോസ് ദ ഫോഴ്സ്. അല്ലെങ്കിൽ ഇവിടെ ആ ഫോഴ്സ് കാരണം എന്ത് അനങ്ങി, ആ കണ്ടക്ടർ അനങ്ങി. അപ്പോൾ ആ കണ്ടക്ടറിൻ്റെ മോഷനെ കാണിക്കുന്നതാണ് ആ ഒരു തമ്പ്. അപ്പോൾ ആ റൂള് ഇത്രയേ ഉള്ളൂ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ എളുപ്പമാണ്. ഹോൾഡ് ദ 4 ഫിംഗർ, മിഡിൽ ഫിംഗർ ആൻഡ് തമ്പ് ഓഫ് ദ ലെഫ്റ്റ് ഹാൻഡ് ഇൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ്. 3 ഇതേപോലെ 90 ഡിഗ്രിയിൽ പരസ്പരം ലംബമായി വയ്ക്കുക. അത് ഷോൺ ഇൻ ദ ഫിഗർ. ഇഫ് ദ 4 ഫിംഗർ ഇൻഡിക്കേറ്റ്സ്, എന്നിട്ട് നമ്മൾ ഓരോന്നും എന്താണെന്ന് പറയുകയാണ്. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡാണ്, മിഡിൽ ഫിംഗർ എന്താണ്, കറണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ തമ്പ് വിൽ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ. തള്ളവിരൽ എന്തിനെ കാണിക്കും, മോഷൻ ഓഫ് ദ കണ്ടക്ടറിനെ കാണിക്കും. അതാണ് പറയുന്നത്. ഇനിയിപ്പം നമ്മൾ കണ്ട ആ ഒരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. സോ ഈ ഒരു ലോ നന്നായിട്ട് പഠിക്കണം. നമുക്കിനി അടുത്ത പഠിക്കുന്ന ഒരു ഉപകരണത്തിൽ ഈ ഒരു ലോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഡയറക്ഷനെ കണ്ടുപിടിക്കാനുള്ളതാണ്. സോ ഏതൊക്കെയാണ്, മാഗ്നറ്റിക് ഫീൽഡ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ കറണ്ട്, തമ്പ് ഷോസ് ദ ഡയറക്ഷൻ ഓഫ് കണ്ടക്ടർ അല്ലെങ്കിൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ഡിഫ്ലക്ഷന് കാരണമായ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. മോട്ടോർ പ്രിൻസിപ്പിൾ, അപ്പോൾ ആ പേര് തന്നെ ഉണ്ട് എന്തിന് കാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടോറൊക്കെ ഈ ഒരു പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മോട്ടോർ പ്രിൻസിപ്പിളാണ് കണ്ടത്. അതെന്താണെന്നാണ് അപ്പോൾ പറയുന്നത്. എ കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ആൻഡ് വിച്ച് ഇസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് വെൻ എ കറണ്ട് പാസസ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് മൂവ്സ്. എ കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി. നമുക്ക് ഇവിടെ നമ്മൾ ഇട്ടിരുന്ന കണ്ടക്ടർ കണ്ടോ, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇട്ടിരുന്നത്. ടൈറ്റ് ആയിട്ട് ബൗണ്ട് ചെയ്തല്ല ഇട്ടിരുന്നത്.
ഇതിന് അനങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കണ്ടക്ടർ അത് ഏതിലാണുള്ളത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും അടുത്താണുള്ളത്, അതിൻ്റെ അടുത്താണ് വെച്ചേക്കുന്നത്. കെപ്റ്റ് ഈ ഒരു കാന്തത്തിൻ്റെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് ആ കണ്ടക്ടർ ഉള്ളത്. അങ്ങനെ ഇരിക്കുന്ന ഒരു കണ്ടക്ടർ കൂടെ എന്ത് പോയി കഴിഞ്ഞാൽ, കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, ഒരു ബലം അനുഭവപ്പെടും. വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് മൂവ്സ്. അങ്ങനെ വരുമ്പോൾ അതെന്ത് ചെയ്യും? അത് മൂവ് ചെയ്യും. വർക്കിംഗ് ഓഫ് ഇലക്ട്രിക് മോട്ടോർ ഈസ് ബേസ്ഡ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. നമ്മൾ കാണുന്ന ഇലക്ട്രിക് മോട്ടോറൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഫാനിലും നമ്മുടെ വാട്ടർ പമ്പിലും എല്ലാത്തിനും ഉപയോഗിക്കുന്ന സാധനമാണ്. ചെറിയ ടോയ് കാറുകൾ വരെ ഉപയോഗിക്കാറുണ്ട്, ചെറിയ മോട്ടോറുകൾ. അങ്ങനെയുള്ള ഇലക്ട്രിക് മോട്ടോറിൻ്റെ പ്രിൻസിപ്പിൾ എന്തുവാണ്? നമ്മുടെ ഈ മോട്ടോർ പ്രിൻസിപ്പിളാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് എഴുതുമ്പോൾ ഇത് രണ്ടും എഴുതണം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എഴുതണം, മോട്ടോർ പ്രിൻസിപ്പിൾ എഴുതണം. മോട്ടോർ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുന്നത്. അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിൾ പഠിക്കണം. ഇനി നമ്മൾ ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഒരു എക്സാമ്പിളും പഠിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കാം? ഫാൻ, മിക്സിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് മോട്ടോറിൻ്റെ പ്രാധാന്യം ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയ ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെച്ചേക്കുന്നു. ആ കണ്ടക്ടർ കൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ആ കണ്ടക്ടർ കൂടെ കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ അതെന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് മൂവ് ചെയ്യും. അതെന്തുകൊണ്ടാണ്? അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാണ്. ആ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? മോട്ടോർ പ്രിൻസിപ്പിൾ. അപ്പോൾ മോട്ടോർ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. മോട്ടോർ ലെഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ പറയണത്. നമ്മൾക്കിനി റൈറ്റ് വരുന്നു പഠിക്കാനുള്ളതുകൊണ്ടാണ് കേട്ടോ. മോട്ടോർ റൈറ്റ് ഹാൻഡ് അല്ല ലെഫ്റ്റ് ഹാൻഡാണ്. റൈറ്റ് ഹാൻഡിന് പഠിക്കാനുണ്ട് വേറെ. സോ ലെഫ്റ്റ് മോട്ടോർ എന്ന് പഠിച്ചു ലെഫ്റ്റ് മോട്ടോർ. അപ്പം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്, മോട്ടോർ പ്രിൻസിപ്പിൾ. ഫോറിൻ കൺട്രീസിലൊക്കെ ലെഫ്റ്റ് ഹാൻഡാണ് മോട്ടോർ ഡ്രൈവ്. മോട്ടോർ കാർ എന്ന് ആലോചിച്ചാൽ മതി. മോട്ടോർ കാറിൽ ലെഫ്റ്റാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഇലക്ട്രിക് മോട്ടോറാണ് പഠിക്കാനുള്ളത്. ഇലക്ട്രിക് മോട്ടോർ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാനിലും മിക്സിയിലൊക്കെ ഉപയോഗിക്കുന്ന മോട്ടോറിൻ്റെ ബേസിക് ഒരു സ്ട്രക്ചറും അതിൻ്റെ പ്രിൻസിപ്പിളുമാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ? എന്താണ്? കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ആൻഡ് വിച്ച് ഈസ് kept in a magnetic field experience a force when the current passes through it and it moves. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ മൂവ് ചെയ്യാൻ തക്ക രീതിയിൽ ഒരു കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ കറണ്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അത് മൂവ് ചെയ്യും. അതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് ഇലക്ട്രിക് മോട്ടോർ. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് ആദ്യം നമുക്ക്. മാഗ്നറ്റിക് പോൾസ്, അതായത് രണ്ട് മാഗ്നറ്റുകൾ കണ്ട, നോർത്ത് സൗത്ത്. അതൊരു പെർമനൻറ്റ് മാഗ്നറ്റുകളാണ്. ഒരെണ്ണം നോർത്ത് പോൾ, അപ്പുറത്ത് സൗത്ത് പോൾ. അപ്പുറത്ത് ഇട്ടുണ്ട്, അല്ലാതെ ഒരു പോൾ മാത്രമുള്ള മാഗ്നറ്റൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു പോളായിരിക്കും, നോർത്ത് പോളായിരിക്കും, അപ്പുറത്ത് സൗത്ത് പോളായിരിക്കും. ഈ ഒരു രീതിയിലായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ മാഗ്നറ്റിക് ഫീൽഡ് വരണം. ഓക്കെ, അട്രാക്റ്റിംഗ് ആയിട്ടുള്ള നോർത്ത് നിന്ന് എങ്ങോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പോകണം? സൗത്തിലോട്ടാണ്. നെക്സ്റ്റ് XY, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ മോട്ടോർ. അതായത് ഇതാണ് ആക്സിസ്, കണ്ട മോട്ടോർ കറങ്ങാൻ പോകുന്നതിൻ്റെതാണ്. ABCD ഇതാണ്. ഈ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ആർമേച്ചർ. ഇതൊരു സാധാ കണ്ടക്ടറാണ്, അതിനെ വിളിക്കുന്ന പേരാണ്. മോട്ടറിനകത്ത് ആ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ആർമേച്ചർ. B1 B2 ആണ് ബ്രഷസ് എന്ന് പറയുന്നത്, ഗ്രാഫൈറ്റ് ബ്രഷസ്. അതിൻ്റെ ഉപയോഗങ്ങളുണ്ട്. B1 B2 കണ്ടോ, ബ്രഷാണിത്. R1 R2 സ്പ്ലിറ്റ് റിങ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. സ്പ്ലിറ്റ് റിങ്സ് R1 ഉം R2 കണ്ട, ഇങ്ങനെ സെമി സർക്കിൾ ആകൃതിയിൽ, വൃത്താകൃതിയിലിരിക്കുന്ന കണ്ടോ, സർക്കിളിൻ്റെ പകുതിയായിട്ട് രണ്ടെണ്ണം വെച്ച് കണ്ടോ, R1 R2 കട്ടിങ് ഉണ്ട് അതിൻ്റെ ഇടയിൽ. ആണ് സ്പ്ലിറ്റ് റിങ്സ് എന്ന് വിളിക്കുന്നത്. സ്പ്ലിറ്റ് ആയിട്ടിരിക്കുന്നതാണ് സ്പ്ലിറ്റ് റിങ്സ് ആണ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഭാഗങ്ങൾ? മാഗ്നറ്റിക് പോൾസ്, ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് പോൾസ്, ആർമേച്ചർ, ബ്രഷ്, പിന്നെ ഈ സ്പ്ലിറ്റ് റിങ്സ്. ബ്രഷാണ് ഈ കറുത്തിരിക്കുന്ന B1 B2. R1 R2 എന്തുവാണ്? സ്പ്ലിറ്റ് റിങ്സ് ആണ്. ഇനി ആർമേച്ചർ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ആർമേച്ചർ ഈസ് ദ മെറ്റാലിക് കോയിൽ wound around a soft iron core so that it is free to rotate. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാലിക് കോയിലാണ്, ഒരു ലോഹം കൊണ്ടുള്ള എന്താണ്, ഒരു കമ്പി ചുറ്റാണ്. wound round on a soft iron core, ഒരു പച്ചിരുമ്പ് കോറിൽ രണ്ടിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ചുറ്റി വെച്ചേക്കുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഇത് കോയിലാണ്, ഇതിനകത്ത് ചുറ്റി ചുറ്റി ഇങ്ങനെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പാകത്തിനാണ് ഇത് വെച്ചേക്കുന്നത് ആർമേച്ചർ. കണ്ടോ ABCD എന്ന് പറഞ്ഞ ഭാഗം കണ്ടോ, അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ വരച്ചേക്കുന്നത് ABCD. നമുക്ക് വർക്കിംഗ് പറയുമ്പോൾ മനസ്സിലാവും. ഇൻ ദ ഫിഗർ ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ ദ സൈഡ് AB ആൻഡ് CD. കണ്ടോ, ഫോഴ്സ് ABയിലും CDയിലുമാണ് ആക്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് അത് കറങ്ങുന്നത്. ഇവിടെ നിന്ന് മുകളിലോട്ട് കറങ്ങും, ഇവിടെ നിന്ന് ഈ CDയുടെ അവിടെ നിന്ന് താഴോട്ടും കറങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യും. ദെൻ സ്പ്ലിറ്റ് റിങ്ങിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് ഇത് കറങ്ങി വരുമ്പോൾ പകുതി വരുമ്പോൾ നിൽക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിലല്ലേ പോകുന്നത്. സോ അതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ മാറാതിരുന്നു കഴിഞ്ഞാൽ ഒരേ രീതിക്ക് നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, കറക്കം കിട്ടത്തുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് വന്ന് പകുതി വരെ ആയിക്കഴിഞ്ഞിട്ട് അപ്പോഴിത് പാരലാവും. പിന്നെ നമ്മൾ ഡയറക്ഷൻ തിരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഫുൾ റൊട്ടേഷനായിട്ട് കറങ്ങി വരത്തുള്ളൂ. ഓക്കെ, ഇലക്ട്രിക് മോട്ടറിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞിട്ട് അതിനകത്തോട്ട് നമുക്ക് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർമേച്ചറിൽ കൂടെ നമ്മൾ ഈ സെല്ല് വഴി ആർമേച്ചറിലൂടെ ഈ സെല്ല് വഴി നമ്മൾ എന്ത് കടത്തിവിടും, കറണ്ട് കടത്തിവിടും. അപ്പോൾ ആദ്യം ബ്രഷ് വഴി എത്തി സ്ലിപ്പ് റിങ്ങിലൂടെ നമ്മൾ അതിൻ്റെ അകത്തൂടെ എന്ത് ചെയ്ത് പോകും, കറണ്ട് ഈ ആർമേച്ചർ കൂടെ പോകും. ABCD കണ്ട ചുറ്റി വരും. അപ്പോൾ ചുറ്റി വരുമ്പോൾ ഇവിടെ എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. കണ്ട, നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ഒരു കണ്ടക്ടർ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കണ്ടക്ടർ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിൽ കൂടെ കറണ്ട് കൂടെ കടന്നു പോകുമ്പോൾ ഇത് ഒരു മാഗ്നറ്റായിട്ട് മാറി. സോ നമുക്കറിയാം മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇത് അനങ്ങാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അതിന് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് ഉപയോഗിക്കുന്നത്. ആ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വയ്ക്കുമ്പോൾ കറണ്ട് പോകുന്ന ഡയറക്ഷൻ കണ്ടോ, A to B ആണ്. കണ്ടോ, ആ രീതിയിൽ നമ്മൾ മിഡിൽ ഫിംഗറും 4 ഫിംഗർ ഏത് ഡയറക്ഷനിൽ വെക്കണം, 4 ഫിംഗർ ഏത് ഡയറക്ഷനിൽ വെക്കണം, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വയ്ക്കുമ്പോൾ അതിനകത്ത് റൊട്ടേഷൻ അറിയാൻ പറ്റും. ഇത് താഴോട്ട് ഒരു റൊട്ടേഷൻ കാണിക്കും, താഴോട്ട് ഒരു ഫോഴ്സ് കാണിക്കും. അതുകൊണ്ട് ഇത് താഴോട്ട് പോകും. ഇവിടെയാണെങ്കിലോ, ഇവിടെ അതേ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മുകളിലോട്ട് പോകും. അപ്പോൾ ഇത് മുകളിലോട്ടും ഇത് താഴോട്ടും എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഇവിടെ റൊട്ടേഷൻ എന്ത് ചെയ്യും, ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ആവും. ഇത് തൊട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്ന് ഇവിടെ വന്ന് നിൽക്കും, ഇത് താന്ന് ഇതുവരെ വന്ന് നിൽക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വർക്കിങ്ങിൻ്റെ ഈ മോഡലുണ്ട്, യൂട്യൂബിലോ എന്തെങ്കിലും കാണും. അപ്പോൾ അതിനകത്ത് നമുക്ക് വരച്ച് പറയുന്നതിനേക്കാളും കൂടുതൽ എളുപ്പം അതിൻ്റെ വീഡിയോസ് എടുത്ത് നിങ്ങൾ പറ്റുമെങ്കിൽ യൂട്യൂബിലൊക്കെ വർക്കിംഗ് ഓഫ് മോട്ടോർ എന്ന് ഇലക്ട്രിക് മോട്ടോർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. ഇവിടെ ഈ AB എന്ന് പറഞ്ഞ ഭാഗം താഴോട്ടും CD എന്ന് പറഞ്ഞ ഭാഗം മുകളിലോട്ടും പോകും. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിൽ പോകുമെന്നുള്ളത് തീരുമാനിച്ച ഏതിൽ വെച്ചിട്ടാണ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് പകുതി വരെ വന്ന് നിൽക്കും. ഫുൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ കറങ്ങി ഇങ്ങനെ വരണം. ഇതിപ്പോൾ പകുതി റൊട്ടേഷനേ വരും. അപ്പോൾ ഫുൾ റൊട്ടേഷൻ വരാത്ത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറി വന്നാലേ ഇവിടെ ഫുള്ളായിട്ട് റൊട്ടേഷൻ നടക്കത്തുള്ളൂ. നമ്മളെ ഫ്ലെമിങ്സ് റൂൾ അനുസരിച്ച് ഇത് അങ്ങോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോഴേ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യൂ, എന്നാലേ നമ്മുടെ ഫ്ലെമിങ്സ് റൂൾ അനുസരിച്ച് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുമ്പോഴേ ഇവിടുത്തെ ഈ ആർമേച്ചർ കോയിലിൻ്റെ ഡയറക്ഷൻ മാറി വരത്തുള്ളൂ. അപ്പോൾ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റാനാണ് ഈ 2 റിങ്ങുകൾ വെച്ചേക്കുന്നത്. കണ്ടോ, ഈ റിങ്ങുകൾ പരസ്പരം എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. റിങ്ങുകൾ ചേഞ്ച് ചെയ്യും. അപ്പം ഈ ബ്രഷ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അവിടെ വേറൊരു ഫ്രിക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ബ്രഷ് വെച്ചേക്കുന്നത്, ഗ്രാഫൈറ്റ് ബ്രഷ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ റിങ്ങുകൾ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഈ ബ്രഷ് നമ്മുടെ സ്പാർക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ബ്രഷ് വെച്ചേക്കുന്നത്. അപ്പോൾ ബ്രഷ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇതിന് നമ്മൾ DC മോട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ DC മോട്ടർ എന്ത് ചെയ്യും, ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കും, സ്പ്ലിറ്റ് റിങ് ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ ഈ R2 തിരിഞ്ഞ് ഇവിടെ വരും, R1 തിരിഞ്ഞ് അപ്പുറത്ത് പോകും. സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ തിരിയും, റൊട്ടേഷൻ നേരത്തെ ഹാഫ് റൊട്ടേഷൻ ആയിരുന്നത് ഫുള്ള് കറങ്ങി ഫുൾ റൊട്ടേഷൻ വരും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ ഇത്രയും അതിൻ്റെ പ്രിൻസിപ്പിൾ അറിഞ്ഞിരുന്നാൽ ആദ്യം എന്താണ്, മോട്ടോർ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഈ ഇലക്ട്രിക് ഫീൽഡ് അവിടെ വരുമ്പോൾ അവിടെ മോഷൻ സംഭവിക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഇവിടുത്തെ ഈ ആർമേച്ചർ ഹാഫ് റൊട്ടേഷൻ വരും, കറണ്ട് തിരിക്കുമ്പോൾ ബാക്കിയുള്ള ഹാഫ് റൊട്ടേഷൻ നടക്കും, അങ്ങനെ ഒരു ഫുൾ റൊട്ടേഷൻ ഉണ്ടാവും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്താണ് നടക്കുന്നത്. ഇത് നല്ല സ്പീഡിനാണ് ഇറങ്ങുന്നത്, നമുക്കറിയാം മോട്ടറിൻ്റെ സ്പീഡ്.
അപ്പോൾ അതിനകത്ത് ഇത്രയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് അവിടുത്തെ വർക്കിംഗ്. ഇനി നമുക്ക് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടറേറ്ററെ കുറിച്ച് പറയാം. സ്പ്ലിറ്റ് റിംഗിനകത്ത് നോക്ക്, ഇഫ് ദ റൊട്ടേഷൻ ഈസ് ഓഫ് ദ ആർമേച്ചർ ഈസ് ടു ബി സസ്റ്റെയിൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ത്രൂ ദ ആർമേച്ചർ ഷുഡ് continuously keep on changing if the rotation of the armature is to be sustained. അതായത് ആർമേച്ചറിൻ്റെ റൊട്ടേഷൻ സസ്റ്റെയിൻ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ, നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആർമേച്ചർ ഷുഡ് കണ്ടിന്യൂസ്ലി കീപ്പ് ചേഞ്ചിങ്. ആർമേച്ചറിൻ്റെ ആ ഒരു കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? തുടർച്ചയായി മാറ്റിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്പ്ലിറ്റ് റിങ് ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് സ്പ്ലിറ്റ് റിങ്ങിൻ്റെ ഉപയോഗം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? ഒരു കമ്മ്യൂട്ടേറ്റർ അഥവാ എന്തിൻ്റെ ഡയറക്ഷൻ മാറ്റാനാണ്? കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആര്? സ്പ്ലിറ്റ് റിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇലക്ട്രിക് മോട്ടോറിൽ പഠിക്കാനുള്ളത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആർമേച്ചറും സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടറും എന്താണെന്ന് നോക്കുക. ഇതിനകത്ത് ഇത് മൂവ് ചെയ്യണത് എന്തിൻ്റെ ബേസിലാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൻ്റെ ആ ഡയറക്ഷൻ്റെ ബേസിലാണ് ഡയറക്ഷൻ പറയുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ? ഇലക്ട്രിക് മോട്ടോറിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്തുവാണ്? മോട്ടോർ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ മോട്ടോർ പ്രിൻസിപ്പിൾ വെച്ച് തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരെണ്ണമാണ് നമുക്ക് മൂവിങ് കോയിൽ, ലൗഡ് സ്പീക്കർ. അപ്പോൾ അതിനു മുമ്പ് ഇതൊന്ന് നോക്കുക. മോട്ടറിനകത്തുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് മാഗ്നറ്റ്സുകൾ, അതിൻ്റെ ഇടയിലുള്ള ആർമേച്ചർ, സ്പ്ലിറ്റ് റിങ്, ബ്രഷ്. കറണ്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഹാഫ് റൊട്ടേഷനിൽ ആർമേച്ചർ കറങ്ങും. അതിനുശേഷം എന്ത് മാറും? റിങ്ങുകൾ പരസ്പരം മാറും. എന്തിനു വേണ്ടി? കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറാൻ. അങ്ങനെ മാറിയിട്ട് വീണ്ടും അപ്പോഴും കറങ്ങാൻ പറ്റും. ഫുൾ റൊട്ടേഷൻ ആവും. അങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ഇതിനകത്ത് നടക്കുന്നത്. ഓക്കെ, ആർമേച്ചർ എന്താണെന്ന് പഠിക്കുക. സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്ററിൻ്റെ ഉപയോഗം പഠിക്കുക. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പടം ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് വരയ്ക്കുമ്പോൾ ഇതേപോലെയൊക്കെ വരുന്ന ഒരു പടം. ഇതിലിപ്പോൾ 3D ആയിട്ടാണ്. ഇതിനകത്തിപ്പം ഈ ഇത്രയും ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ വരയ്ക്കുന്ന ഒരു പടം നോട്ടിൽ വരച്ചിട്ടയക്കുക. കാരണം പടം തന്നിട്ട് ഇതെന്താണ് വസ്തു എന്നൊക്കെ ചോദിക്കും, ഇതെന്താണ്, എന്ത് ഉപകരണമാണെന്നൊക്കെ ചോദിക്കുക. അതുകൊണ്ട് അതിൻ്റെ പ്രിൻസിപ്പിളും പടവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത പഠിക്കാനുള്ളത് മൂവിങ് കോയിൽ, ലൗഡ് സ്പീക്കർ. മൂവിങ് കോയിൽ, ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കറാണ് അടുത്ത പഠിക്കാനുള്ളത്. നമ്മൾ കാണുന്ന സ്പീക്കറാണത്. അപ്പോൾ മൂവിങ് കോയിൽ എന്ന് പറഞ്ഞാൽ കോയിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കാണിക്കാനാണ് മൂവിങ് കോയിൽ, ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പരീക്ഷയൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സ്പീക്കറാണിത്. അപ്പോൾ ഈ പടം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോളാം. ഇത് കണ്ടാൽ ഇത് ഏത് ഉപകരണമാണെന്ന്, ഏത് ഇൻസ്ട്രുമെൻ്റ് ആണെന്നൊക്കെ, ഡിവൈസ് ആണെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗങ്ങളും ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്പീക്കറാണ്, നമ്മുടെ ലൗഡ് സ്പീക്കറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറമെയുള്ള ഭാഗമാണ് ഡയഫ്രം. കണ്ടോ, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡയഫ്രം. അതിൻ്റെ തൊട്ടകത്തേക്കുന്ന ഒരു ഭാഗമാണ് വോയിസ് കോയിൽ. വോയിസ് കോയിൽ, ഈ വോയിസ് കോയിൽ ഒരു സോഫ്റ്റ് അയൺ കോറിൻ്റെ പുറമേ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അതിൽ ആ വോയിസ് കോയിലോട്ട് കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് വയേഴ്സ് ഉണ്ട്. അതിനെ ചുറ്റി നമ്മൾ സ്പീക്കറൊക്കെ തല്ലിപ്പൊളിച്ച് നോക്കിയവർക്ക് അറിയാൻ പറ്റും, അതിനകത്തൊരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ എല്ലാം പുറത്ത് ഏറ്റവും വെളിയിൽ സോഫ്റ്റ് അയൺ ഷീൽഡ് ഉണ്ട്. അതിനെല്ലാത്തിനെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഷീൽഡാണ് സോഫ്റ്റ് അയൺ ഷീൽഡ്. അപ്പോൾ ലൗഡ് സ്പീക്കർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം, സൗണ്ട് കേൾക്കാനാണല്ലേ. അപ്പം ഇവിടുത്തെ എനർജി കൺവെർഷൻ എന്താണ്? എനർജി കൺവെർഷൻ ഏത് എനർജി ഏതായിട്ട് മാറും? ഇലക്ട്രിക് എനർജി സൗണ്ട് എനർജി ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അതെങ്ങനെ മാറുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ലൗഡ് സ്പീക്കർ എവിടെ നിന്നാണ് വയർ വരുന്നത്? ആംപ്ലിഫയർ എന്നാണ് വയർ വരുന്നത്. ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ മൈക്ക്, അതെല്ലാം കണക്റ്റഡ് ആണ്. മൈക്കില്ലേ, നമ്മുടെ മൈക്ക്, സംസാരിക്കുന്ന മൈക്കിൽ നിന്ന് സൗണ്ട് എനർജി ഇലക്ട്രിക് എനർജി ആയിട്ട് വന്ന് ആംപ്ലിഫയറിൽ വന്ന് ആംപ്ലിഫയർ ആ ഇലക്ട്രിക് എനർജീനെ കുറച്ചുകൂടെ വലിയൊരു കറണ്ടാക്കി മാറ്റിയാണ് ലൗഡ് സ്പീക്കറിലോട്ട് വിടുന്നത്. അപ്പോൾ കറണ്ടാണ് ഇതിനകത്തോട്ട് വരുന്നത്. ഓക്കെ, കറണ്ട് ഈ നമ്മുടെ വോയിസ് കോയിലകത്തോട്ട് കയറും. വോയിസ് കോയിലകത്തോട്ട് കയറുമ്പോൾ വോയിസ് കോയിൽ എന്തായിട്ട് മാറും? ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. അതൊരു കോയിലല്ലേ, ചുരുളാണ്. അപ്പോൾ അതിനകത്തോട്ട് കറണ്ട് വരുമ്പോൾ അത് എന്ത് ചെയ്യും? ഒരു മാഗ്നറ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യും. അപ്പോൾ അതിന് ചുറ്റും ഒരു എന്ത് വെച്ചിട്ടുണ്ട്? പെർമനന്റ് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഫീൽഡ് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വോയിസ് കോയിൽ ഇരിക്കുന്നത് മറ്റൊരു മാഗ്നറ്റിന്റെ ഫീൽഡിനകത്താണ്. അപ്പോഴേ മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ വോയിസ് കോയിലിനകത്ത് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫോഴ്സിന്റെ ഭാഗമായിട്ട് ഈ വോയിസ് കോയിൽ എന്ത് ചെയ്യും? അനങ്ങും.
അത് മൂവ് ചെയ്യും, അത് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻസ് ആണ് ഈ ഒരു ഡയഫ്രത്തിനകത്തോട്ട് ട്രാൻസ്ഫർ ആയി നമ്മൾ എന്തായിട്ട് കേൾക്കുന്നത്, സൗണ്ടായിട്ട് കേൾക്കുന്നത്, ശബ്ദമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ വോയിസ് കോയിലിൻ്റെ വൈബ്രേഷനാണ് ആക്ച്വലി നമ്മൾ കേൾക്കുന്ന ആ സൗണ്ട്. ഈ വോയിസ് കോയിൽ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു? ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന കറണ്ട് ഉപയോഗിച്ച് വൈബ്രേറ്റ് ചെയ്യുന്നു. കറണ്ട് ഉള്ളതാണ് വൈബ്രേഷൻ സംഭവിച്ചില്ല. കറണ്ട് മാത്രം പോരാ, കറണ്ട് പോയപ്പോൾ ഇതൊരു മാഗ്നറ്റായിട്ട്, കറണ്ട് വന്നപ്പോൾ അതിനകത്ത് അതൊരു മാഗ്നറ്റായിട്ട് മാറി. ആ മാഗ്നറ്റ് വേറൊരു മാഗ്നറ്റ്, അഥവാ നമ്മൾ വെച്ചിരുന്ന ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിനകത്തായതുകൊണ്ട്, ഫീൽഡ് മാഗ്നറ്റിൻ്റെ ഫീൽഡിനകത്തായതുകൊണ്ടാണ് അതെന്ത് ചെയ്തത്, വൈബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ആ വൈബ്രേഷൻ നമ്മൾ സൗണ്ടായിട്ട് കേട്ടു. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കറണ്ട് വന്നാൽ പോരാ, ആംപ്ലിഫയറിന് നമ്മൾ കൊടുത്ത സൗണ്ട് അനുസരിച്ചുള്ള വൈബ്രേഷൻ വന്നാൽ മാത്രമേ സൗണ്ടായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റൂ. ചുമ്മാ കറണ്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ട പ്രോപ്പർ കറണ്ട് കൊടുത്താൽ മാത്രമേ അതിന് കറക്റ്റ് ആ കറണ്ട് സിഗ്നലിനനുസരിച്ചുള്ള സൗണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ല ഏതെങ്കിലും ഒരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് അതിനനുസരിച്ചുള്ള സൗണ്ട് കിട്ടത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സൗണ്ടിനെ മാറ്റിയ കറണ്ട് സിഗ്നൽസ് തന്നെ ഇവിടെ എത്തണം. എന്നാൽ മാത്രമേ ആ സിഗ്നലിനനുസരിച്ചുള്ള സൗണ്ട് ഈ ഡയഫ്രം ഉപയോഗിച്ച് നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കൺവെർഷൻ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു സൗണ്ട് എനർജി. അപ്പോൾ ഇത് എങ്ങനെയാണ് സാധ്യമായത്? ഇത് നടക്കണം, ഇത് ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിളാണ്. എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് മറ്റൊരു മാഗ്നറ്റ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പാകത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. ആ ഫോഴ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആ വൈബ്രേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയറക്ഷൻ്റെ കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ഭാഗങ്ങൾ അറിഞ്ഞിരിക്കുക, അതിൻ്റെ വർക്കിംഗ് അറിഞ്ഞിരിക്കുക. അപ്പോൾ വർക്കിംഗ് ഒറ്റ ഒരു പാരഗ്രാഫിനകത്ത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദ ഇലക്ട്രിക്കൽ പൾസസ് ഫ്രം എ മൈക്രോഫോൺ ആർ സ്ട്രെങ്തൻഡ് യൂസിങ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ മൈക്കിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് പൾസ് എന്ത് ചെയ്യുന്നു? സ്ട്രെങ്തൻഡ്, കുറച്ചുകൂടെ ശക്തി കൂട്ടുന്നു. ആര്? യൂസിങ് ആംപ്ലിഫയർ. ആംപ്ലിഫയർ ഉപയോഗിച്ച് നമ്മൾ ഉത്സവത്തിന് ഇതിനൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, മൈക്കിൻ്റെ കൂടെ വരുന്നതാണ് ആംപ്ലിഫയർ. ആ ആംപ്ലിഫയർ ഉപയോഗിച്ച് സ്ട്രെങ്തൻ ചെയ്യുന്നു. ആൻഡ് സെൻഡ് ത്രൂ ദ വോയിസ് കോയിൽ ഓഫ് എ ലൗഡ് സ്പീക്കർ. അതെന്ത് ചെയ്യും? ആംപ്ലിഫയറിൽ നിന്ന് കറണ്ട് വോയിസ് കോയിലോട്ട് വിടുന്നു. ദെൻ വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അത് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കാന്തിക മണ്ഡലത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മൂവ്സ് ടു ആൻഡ് ഫ്രോ. ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ്റെ ആ ഒരു മൂവ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ടു ആൻഡ് ഫ്രോ. മുകളിലോട്ടും താഴോട്ടുമാണ് അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതിനാണ് ടു ആൻഡ് ഫ്രോ എന്ന് പറയുന്നത്. അപ്പോൾ മൂവ്സ് ടു ആൻഡ് ഫ്രോ റാപ്പിഡ്ലി. റാപ്പിഡ്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ടു ആൻഡ് ഫ്രോ വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷനാണ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇലക്ട്രിക് പൾസ്. ഇലക്ട്രിക് പൾസ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ നമ്മൾ കൊടുത്ത ഇലക്ട്രിക് പൾസിനനുസരിച്ചാണ് ആ വൈബ്രേഷൻസ് ഉണ്ടാകുന്നത്. ആ വൈബ്രേഷനാണ് ദീസ് മൂവ്മെന്റ്സ് മേക്ക് ദ ഡയഫ്രം വൈബ്രേറ്റ്. ഈ മൂവ്മെന്റ് ഈ ഡയഫ്രത്തിനെ എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു. ആ കമ്പനങ്ങൾ, ആ വൈബ്രേഷൻസ് ദെയർ ബൈ പ്രൊഡ്യൂസിങ് സൗണ്ട്. റീപ്രൊഡ്യൂസിങ് സൗണ്ട്, നമ്മൾ കൊടുത്ത സൗണ്ടിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ഡയഫ്രം ഉപയോഗിച്ച്. സിമ്പിളായിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ്, ഒരു ഡിവൈസാണ് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. ഓക്കെ, അപ്പോൾ ലൗഡ് സ്പീക്കർ നമ്മൾ കാണുന്ന ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന മിക്കവാറും ലൗഡ് സ്പീക്കറുകളെല്ലാം ഈ ഒരു മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറുകളാണ്. ഓക്കെ, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ മാഗ്നറ്റ്സ് കാണാൻ പറ്റും, ഒരു വോയിസ് കോയിൽ കാണാം, ഡയഫ്രം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള പ്രിൻസിപ്പിൾ മനസ്സിലായല്ലോ. വോയിസ് കോയിലിനകത്ത് നമ്മൾ എന്ത് സംഭവിക്കും? കറണ്ട് കടത്തിവിടുമ്പോൾ ആ വോയിസ് കോയിൽ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ ഡയഫ്രത്തിലോട്ട് പാസ് ചെയ്യും. തൽഫലമായിട്ട് എന്തുണ്ടാവും? സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ അത് കൺഫ്യൂഷൻ ആകരുത്, ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ലാസ്റ്റ് പഠിച്ച 3 കാര്യങ്ങളാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, മോട്ടോർ പ്രിൻസിപ്പിൾ, ഇലക്ട്രിക് മോട്ടോർ, ദെൻ ലാസ്റ്റ് പഠിച്ച മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും വർക്കിങ്സും കാര്യങ്ങളൊക്കെ മാക്സിമം നോക്കി പഠിക്കുക, എഴുതി പഠിക്കുക, ഈ ഫിഗേഴ്സ് വരച്ച് പഠിക്കുക. ഡയറക്ഷൻസിൻ്റെ റൂൾസ് കൂടുതലും എഴുതി പഠിച്ചിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഇതിനകത്ത് ലെറ്റേഴ്സ് എസ്എസ്സിൽ വരുന്ന പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ലെറ്റേഴ്സ് എസ്എസ്സിലെ പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. ഓക്കെ, അതിനകത്ത് ഡയറക്ഷൻ വരുന്ന പ്രോബ്ലംസ് സെലക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.